UDF സർക്കാരിലെ അധികാര പ്രാതിനിധ്യം സംബന്ധിച്ച് RMPയിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ട്. മുന്നണിയുടെ ഭാഗമല്ലാത്തതിനാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പദവികൾ ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ സ്പീക്കർ പദവി ഉൾപ്പെടെ മറ്റു പദവികൾ ആവശ്യപ്പെടണമെന്ന നിലപാടിലാണ് മറുപക്ഷം. UDF ആവശ്യപ്പെട്ടാൽ പാർട്ടി ആലോചിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി N. വേണു വ്യക്തമാക്കി. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ഈ പാർട്ടിയിൽ ഈ സർക്കാരിൽ ഭാഗമാകണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ ആശയക്കുഴപ്പം? ശ്രുതി, RMPയെ സംബന്ധിച്ചിടത്തോളം അവർ UDFന്റെ ഘടകകക്ഷിയല്ല എന്ന് മാത്രമല്ല UDFുമായി ഒരു സഹകരണം മാത്രമാണുള്ളത്. CPMനോട് വിയോജിച്ചിറങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ UDFുമായി താതാത്മ്യം പ്രാപിക്കുക ഒരു വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ ആരോപണം കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ UDFിൽ ചേർന്നിട്ടില്ല. എങ്കിൽ കൂടി കഴിഞ്ഞ തവണ തുടർഭരണം ഉണ്ടായപ്പോൾ പോലും വടകരയിൽ RMPയും രമയും ജയിച്ചു കയറിയിരുന്നു. UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ മലബാറിൽ ഒരു നിർണായക ഘടകം കൂടിയാണ് TP ചന്ദ്രശേഖരന്റെ വധവും അതിനെ തുടർന്നുണ്ടായിട്ട് CPMനെതിരെ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ. അതുകൊണ്ട് UDFന്റെ ജയത്തിൽ വലിയ പങ്കുവഹിച്ച ആ പാർട്ടിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളത് UDFന്റെ ഉത്തരവാദിത്തമാണ്. അത് UDF നിർവഹിക്കും എന്നൊരു പ്രതീക്ഷ RMPക്കകത്തുണ്ട്. പക്ഷേ RMP നേതൃത്വത്തിന് ഇതിലൊരു കൺഫ്യൂഷനുണ്ട്. UDF മന്ത്രിസഭയുടെയോ UDF അധികാരത്തിന്റെയോ ഭാഗമായി ഏതെങ്കിലും പൊസിഷൻസ് പദവികൾ സ്വീകരിച്ചാൽ അത് പിന്നീട് പാർട്ടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കും എന്നൊരു പക്ഷം പാർട്ടിക്കുള്ളിലുണ്ട്. എന്നാൽ UDFന്റെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അധികാര പ്രാതിനിധ്യം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അത് പാർട്ടി വളർത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ഉടനീളം ഒരു ഇടതുബദൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ ഇടതുബദലിന് നേതൃത്വം കൊടുക്കാൻ ഇത്തരത്തിൽ അധികാര പ്രാതിനിധ്യം വേണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ പ്രവേശനത്തിന് KK രമ തയ്യാറാകുമോ? അതിന് UDF ക്ഷണിക്കുമോ? ഇനി മന്ത്രിസഭാ പ്രവേശനം അല്ലെങ്കിൽ KK രമയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ നൽകാൻ സാധിക്കും. അത്തരം പദവികളിലേക്കൊക്കെ RMPയെ UDF ക്ഷണിക്കുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. UDF ക്ഷണിച്ചാൽ അക്കാര്യം ചർച്ച ചെയ്യും എന്നുള്ളതാണ് RMPയുടെ സെക്രട്ടറി N. വേണു പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം ഈ നിലവിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. UDFന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷണമുണ്ടാവുമോ? UDF ചെയർമാൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുമോ എന്നുള്ളതാണ് RMPക്ക് ഒരു അധികാര പ്രാതിനിധ്യം കൊടുക്കുന്നതിന് വേണ്ടി. ശരി, ഓക്കെ. മുന്നണിയുടെ ഭാഗമല്ലാത്തതിനാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പദവികൾ ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ആശയക്കുഴപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.